ഹലോ, എല്ലാവർക്കും നമസ്കാരം. സാരി പ്രേമികൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. കുറേ ആയി സാരീൻ്റെ വീഡിയോ കാണിക്കാത്ത. ഇപ്പം നല്ല ചൂട് തുടങ്ങിയില്ലേ നാട്ടിൽ. ഇവിടെ പുറത്ത് നല്ല ചൂടുണ്ട്, വീട്ടിൻ്റെ ഉള്ളിലൊന്നും ഫാനൊന്നും ഇടണ്ട. എൻ്റെ ഫാൻ കറങ്ങാണ്ടിരിക്കുന്നുണ്ട. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഭയങ്കര സാരി പ്രേമികൾ. ഇപ്പോഴത്തെ ജനറേഷനിലും ഉണ്ട് കേട്ടോ. എൻ്റെ മോളെല്ലാം ഭയങ്കര സാരി ഉടുക്കാൻ ഇഷ്ടവും സാരിയോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ സാരി പണിക്കാൻ ഭയങ്കര എനർജിയാണ്. എന്താ വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സാരിയെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവൾ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് എത്ര വാങ്ങുന്നതിനും കുഴപ്പമില്ല. അവൾ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യും. എത്ര വില കുറഞ്ഞ സാരി, എത്ര വില കൂടിയ സാരി എല്ലാം അവൾ ഉടുത്തോളും. അതുകൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ടേ. അപ്പോൾ ഞാൻ ഇന്നത്തെ സാരി ഏതാണെന്ന് വെച്ചാൽ ഇത് കണ്ട, ഇതിൻ്റെ മുന്താണിയാണ്. സാരി ഫുള്ള് ഇതേ ഡിസൈനാണ്. ഇപ്പം നിങ്ങൾ മുന്നിൽ കാണുന്ന ഇതേ ഡിസൈൻ, ഇങ്ങനെ ബോർഡറും. ഇത് പറയുന്നത് ഒറിജിനൽ കോട്ട സാരിയാണ് കേട്ടോ. കോട്ട സാരി എന്ന് ഇതിന് പറയാം. ഇത് ലൈറ്റ് വെയിറ്റാണ്. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ചില ആൾക്കാർ, ഞാൻ മാക്സി അങ്ങനെ ഇടില്ല, പിന്നെ ശ്രീയാണ് ഇഷ്ടമില്ല, അതുകൊണ്ട് മാക്സി ഇടയില്ല. നമുക്ക് ഇഷ്ടമാണ് ഇടാൻ മാക്സിയെ. അപ്പോൾ വീട്ടിൽ നിന്ന് സാരി ഉടുക്കുന്നവർക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ കംഫർട്ടബിളായിട്ട് സാരി ഉടുത്തിട്ട് പോകണം. ചില സാരി ഉടുത്താൽ നമുക്കൊന്ന് അഴിച്ച് വെച്ചാൽ മതി തോന്നൂലേ. ചില സാരികൾ അങ്ങനത്തെ സാരിയില്ലേ കാനൂല. ഞാൻ കൂടുതൽ മുന്നേയൊക്കെ സാരീനെ പറ്റി അറിവില്ല, അതുകൊണ്ട് അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന സാരി ഞാൻ വാങ്ങും. പക്ഷേ എങ്കിലും ഉടുത്ത് കഴിയുമ്പോൾ അത് കംഫർട്ടബിളല്ല. അവിടുന്ന് ഇവിടുന്ന് കുത്തുന്ന പോലെ ഇട്ട് ചൊറിയെല്ലാം ചെയ്യും. പിന്നെ വെയിറ്റ് കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള സാരികളുണ്ടാവില്ലേ. ഇപ്പം പക്ഷേങ്കിൽ കുറേ ഇങ്ങനെ സാരി വാങ്ങുന്നതുകൊണ്ട് നല്ലോണം അതിനെപ്പറ്റി ഒരു അറിവ് വന്നു, എക്സ്പീരിയൻസ് വന്നു. ഞാൻ മിക്കവാറും അവിടുന്ന് ഞാൻ ചുരിദാറിട്ടിട്ട് സാരി പണിക്കാൻ പോയാൽ അതിൻ്റെ മേലെ അവരൊരു ബെൽറ്റ് തരില്ല. ആ ബെൽറ്റ് വെച്ചിട്ട് സാരി ഉടുത്ത് നോക്കി നമുക്കൊരു നല്ല ഉടുത്തിട്ട് ഒരു വല്ലാത്ത കനം മതി ഇത് അങ്ങനെയുള്ള സാരികളൊന്നും വാങ്ങില്ല. നല്ല കംഫർട്ടബിളായിട്ട് തോന്നുന്ന സാരികൾ മാത്രമേ ഞാൻ വാങ്ങുള്ളൂ. അപ്പോൾ ഈ ചൂട് സമയത്ത് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ലൈറ്റ് വെയിറ്റാണ്. പിന്നെ നമ്മൾ ഒറിജിനൽ കോട്ട സാരി എന്ന് പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ കോട്ടയില്ലേ, അവിടെയാണ് ഒറിജിനൽ കോട്ട സാരി കിട്ടുന്നെല്ലാം പറയുന്നുണ്ട്. രാജസ്ഥാനി സാരി ലൈറ്റ് വെയിറ്റാണ്, ഷിഫോൺ വാല, അത് വേറെയുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ലൈറ്റ് വന്നിട്ടൊരു ക്ലിയർ ഇല്ല അല്ലേ, എവിടുന്നോ ലൈറ്റ് വരുന്നുണ്ട്. അതെങ്ങനെ ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു ഇങ്ങനെ സെൽഫ് ചെക്ക് പോലെ തന്നെ ഉണ്ടാവുക, കണ്ട ഇതുപോലെ ഉണ്ടാവുക. പക്ഷെ എനിക്ക് ഈ കളറും ഈ ലൈറ്റ് വെയിറ്റ് ലൈറ്റ് എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇത് കുറേ മുന്നിലെ സാരി, അതുകൊണ്ടാണ് കുഞ്ഞിക്കൈ കേട്ടോ. അന്നേരം ഞാൻ ഇത്ര വണ്ണമില്ല, അപ്പോൾ കുഞ്ഞിക്കൈ ഇടുമ്പോൾ അത്ര ബോറുണ്ടായില്ല. എനിക്ക് കുഞ്ഞിക്കൈ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ നമ്മൾ ഒരുപാട് വണ്ണമില്ലവർക്ക് എന്ന സംഭവം എന്ന് വെച്ചാൽ, ഒരുപാട് നല്ല വണ്ണമില്ലവർക്ക് എന്ന സംഭവം എന്ന് വെച്ചാൽ, കുഞ്ഞിക്കൈ ഇടുമ്പം ബാക്കി കൈ കാണുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് ഞാനങ്ങനെ ഇങ്ങനെ കുഞ്ഞിക്കൈ അങ്ങനെ ഇടയിലില്ല. ഇപ്പം എല്ലാം ഇത്ര ഉള്ളില്ല, മുട്ടോളില്ല, വലിയ കൈയാണ് അടിക്കൽ. ഇത് മുന്നത്തെ സാരി ആയതുകൊണ്ടാണ്, പുതിയതല്ല. ഒരു 2 ഓട്ടോ 3 ഓട്ടോ 2 പ്രാവശ്യമായിട്ട് കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ ഇല്ല സാരിയാണ്. അപ്പോൾ ഞാൻ വിരിക്കുന്ന ഇനി പിന്നെ ചുങ്കുടി മെറ്റീരിയൽ ഈ കളറവറ്റം കിട്ടുമെങ്കിൽ വാങ്ങിയിട്ട് ബ്ലൗസ് ഇത്രയിലെ കയ്യിലത് അടിക്കണം എന്ന് വിചാരിക്കുന്നു. കുറച്ച് വണ്ണുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. കൈ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മുട്ടോളില്ല കൈ. പിന്നെ ഇത് വൺ സൈഡ് ഞാൻ അധികം ഇടലില്ല. എന്താ വെച്ചാൽ ഇതിങ്ങനെ അട്ടിയിടുന്നതാണ് ഭംഗി. ഞാൻ അല്ലെങ്കിൽ ഒറ്റത്തണ്ട് എന്ന് പറയും, നമ്മൾ അങ്ങനെയല്ലേ സാരി ഇടല്. ഇതും അങ്ങനെയിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ അമ്പലത്തിൽ പോകേണ്ടിയിരുന്നു, അതുകൊണ്ടാണ് മഞ്ഞ് കൊടുത്തിരുന്നു. തേഴ്സ്ഡേ അല്ലേ, വ്യാഴാഴ്ച സായിബാബാ അമ്പലത്തിൽ വിശേഷ ദിവസമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയതാണ്. അന്നേരം എനിക്ക് ഓർമ്മ വന്നു, ഞാൻ കുറേ അതിലെ സാരീൻ്റെ ചെയ്യാത്തത്. അപ്പോൾ എനിക്ക് 1-2 മെസ്സേജും വന്നു, ഇപ്പം എന്താണെന്ന് സാരീൻ്റെ വീഡിയോ ഒന്നും ചെയ്യാതെ. ഞാനങ്ങനെ സ്ഥിരമായിട്ട് പുറത്ത് പോകാത്തതുകൊണ്ട് പിന്നെ സാരി ഉടുക്കുന്ന സമയത്താണ് സാധാരണ ചെയ്യൽ. അപ്പോൾ ഇന്ന് ഉടുത്തുകൊണ്ട് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എല്ലാവരും ചൂട് സമയത്ത് ഉടുക്കാൻ പറ്റുന്ന സാരി എന്ന് പറഞ്ഞിട്ട് നല്ല ഷോപ്പിലെല്ലാം കിട്ടും. നല്ല നല്ല കടകളിലെല്ലാം നമ്മൾ സാരി എടുക്കാൻ പോയാൽ അവർ എല്ലാവരും ഉടുക്കുന്നത് ഇതാണിപ്പം ട്രെൻഡിങ് എന്നൊക്കെ എടുത്തരും. ട്രെൻഡിങ് സാരി ശരിക്കും പറഞ്ഞാൽ ശരിക്കും എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അല്ലാത്ത സാരികൾ അവരുടെ അടുത്ത് ഉണ്ടാവും, പക്ഷെ അത് അധികം ചിലവാകില്ല, അത് അവരധികം കാണിക്കില്ല. അതായിരിക്കും നല്ല വെറൈറ്റി സാരി. പിന്നെ 1 പീസെല്ലാം കിട്ടുന്ന സാരി ഉണ്ടാവില്ലേ, അത് ഒറ്റ പീസേ ഉണ്ടാവുള്ളൂ, കളറും അതേ ഉണ്ടാവുള്ളൂ, പിന്നെ ക്വാളിറ്റി എല്ലാം അതേ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാരികൾ മേടിക്കണം. അന്നേരം പിന്നെ നമ്മൾ ഉടുക്കുന്ന പോലെ തന്നെ സെയിം സാരി വേറെ ആരും ഉടുക്കില്ല. എനിക്കങ്ങനെ ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. ഞാൻ ഉടുക്കുന്ന സെയിം സാരി എനിക്ക് വേറെ ആൾ ഉടുത്തിട്ടാണ് എനിക്ക് അത്ര ഇഷ്ടമില്ല. അത് ഓരോരാളെ ഇഷ്ടങ്ങളാണ്. ഒരാളെ സാരി കണ്ടാലും അയ്യോ അതുപോലെ തന്നെ വേണമെന്നിട്ട് കടയിൽ പോയിട്ട് അതേപോലെ തന്നെ വാങ്ങൂല. ഞാനൊരിക്കലും ഒന്നും ഓർണമെൻറ്റ്സും സാരിയൊന്നും വേറെ ആളത് പോലത്തെ അധികം വാങ്ങില്ല. ചില ഐറ്റമല്ല, ഓരോ
സ്റ്റിച്ചിങ് എല്ലാം ഇല്ലേ, അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ അതേപോലെ ചെയ്യും. പിന്നെ അല്ലാണ്ട് സെയിം പ്രിൻ്റ് കളർ അങ്ങനത്തിനൊന്നും അങ്ങനെ വാങ്ങില്ല. എല്ലാം ഒരാൾ ഇഷ്ടമാണല്ലേ. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ചൂട് സമയത്ത് സാരി വാങ്ങുന്നുണ്ട് കോട്ട സാരി ഉപയോഗിക്കാൻ നല്ലതാണ്, ലൈറ്റ് വെയിറ്റാണ്. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല സാരിയുടേതായ. അപ്പോൾ എല്ലാവരും കോട്ട സാരി കളക്ഷൻ ഉള്ളവർ, സാരി പ്രേമികളോട് മാത്രമുള്ള വീഡിയോ ആണിത്. അപ്പോൾ അവരെ സാരി കളക്ഷൻ്റെ അകത്ത് ഒരു കോട്ട സാരി ഇല്ലെങ്കിൽ വളരെ മോശമാണ് കേട്ടോ. ഒരു കോട്ട സാരി കളക്ഷനായിട്ട് വെക്കുന്നവർക്ക്. ഇപ്പോൾ ചിലവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ അമ്മയിലെന്ന് പറഞ്ഞാൽ കല്യാണ സാരി, സൽക്കാര സാരി, പിന്നെ ഇങ്ങനെ ആദ്യത്തെ പ്രസവത്തിന് പോകുമ്പോൾ കൊടുത്ത സാരി, അങ്ങനെയെല്ലാം കുറേ നമ്മളെ സ്പെഷ്യൽ സാരീസ് ഉണ്ടാവില്ലേ, അതെല്ലാം സൂക്ഷിച്ച് വെക്കാത്ത ഒരാളാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മക്ക് ഒരു സാരി കിട്ടിയാൽ അത് ഉടുത്ത്, അതിൻ്റെ ഇഷ്ടം തരുന്നവരെ അത് ഉടുത്ത് നമ്മൾ മുതലാവുമെന്ന് അറിയില്ല. അത് കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ വേറെ ഉടുക്കുന്നവർക്കെല്ലാം കൊടുക്കും. വെറുതെ വെച്ചിട്ട് എന്താ വേണ്ടേ, അത് ഉപകാരമാവുമല്ലോ എന്നല്ല മറ്റും. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ സാരി പുതിയത് വാങ്ങിയാൽ അത് ഒരിക്കോ രണ്ടോട്ടോ മൂന്നോട്ടോ കൊടുത്താലും അത് നല്ല പോലെ സൂക്ഷിച്ച് വെച്ച് ഇങ്ങനെ കളക്ഷനാക്കിയിട്ട് വെക്കുന്ന ആൾ. അത് എൻ്റെ ഒരു ഹോബിയാണെന്ന് പറയാം. ഒരാളെ ഇഷ്ടമല്ലേ അത്. ശരിക്കും നല്ലത് നമ്മൾ കുറച്ച് കൊടുത്ത് അത് നമുക്ക് മതിയായിട്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ വെറുതെ വെക്കുന്നതിനേക്കാളും ഉടുക്കാൻ പറ്റുന്നവർക്ക് കൊടുത്തിട്ട് അവർ ഉടുക്കുന്നത് ഒരു ഉപകാരമായിരിക്കും. പക്ഷേങ്കിൽ ഒരാളെ പേഴ്സണലായ ഇഷ്ടങ്ങളല്ലേ, അത് എൻ്റെ പേഴ്സണലായ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എൻ്റെ സാരി കളക്ഷൻ ആണ് ഇഷ്ടം. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതാണ് ഇന്നത്തെ സാരി വിശേഷം. ഇങ്ങനെയാണ് വരുന്നത്. കാണിച്ചാലും സെൽഫി സ്റ്റിക്കെല്ലാം ഉണ്ട്, പക്ഷേങ്കിൽ അതെല്ലാം വെക്കാൻ കുറേ പണിയില്ല. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ, ഇതാണ് സാരി.